ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു മിനി വ്ളോഗാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതായത് രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചെറുപയർ കറിയായിരുന്നു. ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് എൻ്റെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യൽ. അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ബെഡൊക്കെ ഒന്ന് നീറ്റായി വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. ഈ വ്ളോഗിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാൽക്കണിയും ഡൈനിങ് ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണീൻ്റെ ഒരു കോർണറായിട്ട് ചെറിയൊരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലുള്ള അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അലക്കിയത് മടക്കി വെക്കാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ മടക്കി വെച്ച് കുട്ടികളത് ചെറിയ തിങ്സൊക്കെ ഞാൻ ഈ അലമാരയിലാണ് വയ്ക്കാറ്. ഇതിൽ അത്യാവശ്യം തിങ്സൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഡ്രോയറാണ്. ഇതിന് 6 ലെയർ വരുന്നുണ്ട് കേട്ടോ. ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ മടക്കി വെക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നല്ലോണം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടിയിലൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് പ്രിപ്പറേഷനുള്ള ഞാൻ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ തിരുമ്പാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടയിൽ ഞാൻ കുട്ടികൾക്ക് ഒന്നും കൂടി ഫുഡ് കൊടുക്കാറുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. അങ്ങനെ ഒരുവിധം എല്ലാ പണികളും തീർത്ത് കുട്ടികളെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മക്കളെ ഉറക്കിയിട്ടാണ് ലഞ്ച് കഴിക്കാറ്. അങ്ങനെ അവരൊക്കെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പിന്നെ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് ലഞ്ച് കഴിക്കാറ്. അങ്ങനെ ഈവനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് മന്തി മേടിക്കാനായിരുന്നു. അങ്ങനെ ഷോപ്പിൽ നിന്ന് മന്തിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.